ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിൽക്കുന്ന ഗുൽമാർഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. അത് കേബിൾ കാറെ പോകാം. പക്ഷേ നമ്മൾ കേബിൾ കാറെ പോകുന്നില്ല, ഫേസ് 1 വരെ നമ്മൾ നടന്നു പോകാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വന്നത് ശ്രീനഗറിൽ നിന്ന് ടാൻമാർഗ് വരെ പോകുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ഒരു ദിവസം നിന്ന് ടാൻമാർഗിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് രാവിലെ വന്നു. അത്ര ഒരു ചെറിയ ക്ലിപ്പുകളുണ്ട്. അതൊന്ന് പോയി കണ്ടിട്ട് വരുമ്പോൾ നമുക്ക് നടന്ന് അവിടെ എത്താവേ. ഹായ്. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഗുൽമാർഗ് എന്ന് പറഞ്ഞാൽ ഈ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട ശേഷം വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇങ്ങോട്ട് എത്തിച്ചേരുന്ന ഭാഗം കാണിക്കാം. അതുപോലെ അപ്പം നേരെ ആ കാഴ്ചകളൊക്കെ കാണാൻ പോകുമ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം ഇത് നടന്നങ്ങ് കയറിയേക്കാം. ഈ വഴി അപ്പം എന്താ പുറയിൽ അവിടെ ഇപ്പം കറണ്ട് പോയേക്കാണ്. പക്ഷെ ആ കാണുന്ന കേബിൾ കാർ ഏഷ്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗുൽമാർഗ് ഗൊണ്ടോള ഇതാണ്. അതിന് എടുക്കണേ 1800 ടിക്കറ്റ്. ഇവിടെ വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്യണം. വഴി അപ്പുറ വഴിയാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറി നമ്മൾ മാത്രം ഇങ്ങനെ മുകളിലോട്ട് നടക്കുകയാണ് ഇപ്പം. അയ്യോ, ഫ്രണ്ട് വ്യൂ ഒക്കെ അപാരം. സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുന്ന പോലെ മഞ്ഞിക്കൂടെയൊക്കെ കയറി. അയ്യോ, നല്ല തണുപ്പുള്ള മഞ്ഞ, നല്ല രസം. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞിൻ്റെ പായ് വരുന്നുണ്ട്. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അടിപൊളി. മഞ്ഞ് കണ്ട് ഇവന് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കരുത്. കണ്ടോ, നാട്ടിലേക്ക് ഫ്രിഡ്ജ് മാത്രം കണ്ടോണ്ടിരുന്ന സാധനം ഇത് ഉരുകുന്ന പോലും ഇല്ല. അയ്യോ, ഇവിടെ ആരുമില്ല. ഇങ്ങനെ കുത്തിയിരിക്കാൻ തന്നെ ഒരു രസം. ഇരിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഇത് കമ്പിളിയല്ല, നാട്ടിലെ ഡ്രസ്സാണ്, പാൻറ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇരുന്നൂടാ.
കാലിൻ്റെ അകത്ത് മൊത്തം വെള്ളമായി. നമുക്കിനി മുകളിൽ ചെന്ന മൊത്തം ഐസാണ്, അത് കാണാം. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്താണ് ഗുൽമാർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്നും നമുക്ക് അവിടെ ഇങ്ങനെ പോവാം എന്നുള്ളതാണ് കണ്ടൻറ്റ്. അപ്പം ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ, ഈ കയറുന്ന മാത്രം ഉള്ളതെന്ന് ചോദിക്കല്ലേ. കയറുമ്പോൾ ഈ കാണുന്ന എന്നാൽ കഴിയുന്ന രീതിയിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാവേ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തെത്തി. ഇവിടെ നോക്കണമെന്ന് മലയില്ലേ, അത് മലയാണേ, ആകാശമല്ല ഈ കാണുന്നത്. അവിടെയാണ് ഫേസ് 2 എന്നാണ് കേട്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാശ്മീരിലെ തനതായ രീതിയിലുള്ള ഒരു വീട് കാണാം. ഒരു വീട് മാത്രമല്ല, 2 വീട്, 3 വീട്, 4 വീട് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഒരു ചെറിയൊരു വീടിൻ്റെ മാതൃക. തടിയാണിത്, ഇങ്ങോട്ടും തടിയാണ്, എന്നിട്ട് ചെളി വെച്ച് തൂത്തേക്കാണ്. ഓക്കെ, que no valen para nada, ni mucho ni nada. എൻ്റെ പൊന്നോ, ഈ ഒരു ഫ്രെയിം അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴ്വാരം, അതിൻ്റെ അടിയിലത്തെ വീടും ബാക്കി കാര്യമൊന്നും നോക്കണ്ട, പക്ഷേ ആ ഒരു ഫ്രെയിം അടിപൊളിയായിട്ടുണ്ട് അല്ലേ. കേബിൾ കാറിൽ പോകുമ്പോൾ മറ്റൊരു എക്സ്പീരിയൻസ്, നടക്കുമ്പോൾ മറ്റൊരു എക്സ്പീരിയൻസ്. നടന്ന് പോവാണ്. ഫേസ് 1 വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കടത്തി വിടത്തില്ല എന്നൊക്കെ ഇപ്പം പറയുന്നത് കേട്ടെ. അതൊന്നും വിഷയമില്ല, ഉള്ളതാട്ടെ. മറ്റേ ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. ഇന്ന് ബുക്ക് ചെയ്ത് ഞാൻ 27-നൊക്കെ കിട്ടത്തുള്ളായിരുന്നു പറഞ്ഞേ. നടന്ന് നമ്മൾ പോവാണ്. മഞ്ഞത്തോടെ ഇല്ലാത്ത വഴി കൂടെയാണ് പോകുന്നത്. ഇവിടെ ഇത് കല്ലിൻ്റെ കൂടാരമാണ്, മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് വഴി. അപ്പുറ വഴിയായിരുന്നു റൂട്ട് മാറിപ്പോയി. പെട്ടെന്ന് ഇനി കടന്നു ചെല്ലാം. ഇപ്പോൾ സമയം 3:30 നമുക്കൊരു 4:30 കഴിയുമ്പോഴേ നമുക്ക് അവിടെ ചെല്ലണം. 4:30 അയ്യോ 4:30 കഴിഞ്ഞ് അവിടെ നമുക്കൊരു 5:30 ആകുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് ഇറങ്ങിയൊരു തിരിച്ചൊരു 1.5 മണിക്കൂറും കൊണ്ട് ഇറങ്ങി 7-നൊക്കെ ഇവിടെ നിന്ന് വിട്ടാലേ നമുക്ക് ശ്രീനഗറിന് സമയത്ത് ചെന്ന്
റൂം എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലേ നമ്മൾ ഇന്നലെ നിന്ന തന്മാർഗം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ പോയി ഇരിക്കേണ്ട. സോറി ബാ. എങ്ങനെയുണ്ടായിരുന്നു ആ ഷോട്ട്? മഞ്ഞാണ്. ഇതല്ല, ഇതിൻ്റെ അപ്പുറം ചാടി കടന്നവനാണ് KK ജോസഫ്. അയ്യോ, സൂര്യൻ്റെ അടിപൊളി വ്യൂ കാണിച്ചു തരാം. ഓ, ഇനിയും നടക്കാൻ കിടക്കുക. ആ മഞ്ഞത്തൂടെ പോണേ അടിപൊളിയാണ് ഈ പുഴ. എനിക്ക് ഇനിയുള്ള വ്ളോഗ് ഇതിൻ്റെ ബാക്കി ചുമ്മാ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അകത്തൊരു കണ്ടന്റ് ഇല്ല, ഒരു കഥയില്ലാന്ന് തോന്നുന്നു. ഈ വ്ളോഗും സാധനമൊക്കെ എല്ലാവരും എപ്പോഴും കാണിക്കുന്നതല്ലേ, എല്ലാം ഇന്ന സ്ഥലത്ത് പോകുന്നു, ഇന്ന സ്ഥലത്തെ കാഴ്ചകൾ, മനോഹാരിത ഒക്കെ കാണിക്കണമല്ലേ. എന്നാൽ പിന്നെ നമുക്ക് ഇതിനൊരു കഥ കൊടുത്താലോ. ഒരു പയ്യൻ സിനിമാറ്റിക് രീതിയിൽ മലയുടെ മുകളിൽ എന്തോ ഉണ്ട്, അപ്പോൾ അവൻ അത്യാവശ്യമായിട്ട് അവിടെ പോകണം. അവനൊരു പോരാളിയാക്കാം. പോരാളിക്കാക്കിയിട്ട് ഇനിയുള്ള സിനിമാറ്റിക് രീതിയിൽ അവൻ്റെ സ്റ്റണ്ട് നടത്തും. അവൻ ഓടി മല കയറുന്നു, അവിടെ ചെല്ലുന്നു, അവസാനം അവൻ്റെ മിഷൻ കയറുക എന്നുള്ളതാണ്. അപ്പോൾ ആ മിഷൻ അടിച്ച് തകർത്തവൻ മേലെ എത്തി സന്തോഷത്തോടെ കിടക്കുന്നു. ഇതാണ് ഇനി കാണാൻ പോകുന്ന തീം. അപ്പോൾ അതിലേക്ക് പോവാം. White shirt, tucked in, middle-aged man. இல்ல பார்த்திபன் அப்படிப்பட்ட ஒரு ஆளே இல்லன்னு இத்தனை வாட்டி சொல்லியும் ஷூட். மனம் திரும்பினா ലിയോ ദാസ്. സമയം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം സിനിമാറ്റിക് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗത്ത് അത് അതിൻ്റെ ഇടയിലുള്ള വിഷ്വൽസാണ് ഇപ്പം ഇനി കാണിക്കാൻ പോകുന്നത്. നല്ല സ്ഥലവും കാര്യങ്ങളുമാണ്. ഹായ്. बता देना आज അങ്ങനെ നടന്ന് പോയിന്റ് 1 എത്തിയിട്ടുണ്ട്. അമ്പോ, കുതിരകളൊക്കെ പോകുന്നുണ്ട്.
നമ്മുടെ ഒരു ഭയ്യാണ്. ഭയ്യ ആപ്കാ നാം? ഋത്തിക് ഭയ്യാണ്. പഞ്ചാബാണ്. പഞ്ചാബ് ആ പഞ്ചാബിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്പോ സ്വപ്ന ലോകത്തെത്തി. കേരള ഗായ്സ്, നമ്മൾ സ്വപ്ന ലോകത്തെത്തി. ഇത് സ്വപ്ന ലോക. അയ്യോ, ഒന്ന് കുതിരയെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാണ്. അടിപൊളിയല്ലേ കാണാൻ. എന്തോ തന്നെ കുതിരയുടെ തിരുമ്മി കൊടുക്കുകയാണ് നമ്മൾ കുതിരയ്ക്ക്. എനിക്കിഷ്ടമാണ് കേട്ടോ കുതിരകളെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ എനിക്കൊരു കുതിരയെ മേടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ലവ് ബേഡ്സിനെ വളർത്താൻ തുടങ്ങിയത്. കുതിരയെ മേടിച്ച് നടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് എന്തെങ്കിലും അത് നടത്താവേ കേട്ടോടാ. പാവം. കുതിര ഇതാണ് മുകളിൽ വന്നു കഴിഞ്ഞാലുള്ള കാഴ്ച. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേപടി റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തിരുന്ന് കഴിക്കാനായിട്ട് ദാ ഇവിടെ വരികയാണ്. അപ്പോൾ നമ്മൾ ചൂട് ചായ ആലു പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇതിൻ്റെ ടോപ്പ് എത്തിയിട്ടുണ്ട്. അതായത് ഫേസ് 1 എത്തിയിട്ടുണ്ട്. ഓർഡർ ചെയ്തേക്കുന്ന ആലു പൊറോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചപ്പാത്തിക്കകത്ത് 2 ലെയറായിട്ട് വരും. ഈ ലെയറിൻ്റെ അകത്ത് നല്ല എന്താണ് കിഴങ്ങും ഉള്ളിയും ഒക്കെ വെച്ച് സ്റ്റഫ് ചെയ്തിട്ടുള്ളതാണ് ആലു പറാത്ത. അപ്പം അത് അച്ചാറ് മുക്കി കാണുമ്പോൾ നല്ല ടേസ്റ്റുണ്ട്. കൂട്ടത്തിൽ നല്ല ഏലക്കയൊക്കെ ഇട്ട് 20 രൂപയ്ക്കുള്ള ചായ തന്നെയുണ്ട്. ഇത്ര സ്ഥലത്തോട്ട് സാധനമൊക്കെ കയറ്റണ്ടേ. ഒന്നും പറയാനില്ല, വാക്കുകൾക്ക് അതീതം. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി മഞ്ഞിലൊരു ഫോട്ടോയും എല്ലാ കാര്യവും എടുത്തിട്ട് വരാം. അങ്ങനെ ടോപ്പെത്തി. എന്തുവാ കൂവാൻ തോന്നണോ? കൂവണം. കരയാൻ തോന്നണോ? കരയണം. ഓ, സന്തോഷം കൊണ്ട് എന്തൊക്കെയാ. ഒരു ചായയൊക്കെ കുടിച്ചപ്പോൾ ഉഷാറായിട്ടുണ്ട്. ഒന്ന് കൂവട്ടെ ഞാൻ. കൂവട്ടെ? കൂവണോ? സംശയിക്കുന്ന എന്തിനാ? ചമ്മിപ്പോയി. ഇതിന്റെ ടോപ്പ് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ എന്താ കരയാൻ തോന്നണോ? കരയണം. ചിരിക്കാൻ തോന്നണോ? ചിരിക്കണം. ഇപ്പൊ എനിക്ക് എന്നാ തോന്നുന്നതെന്ന് അറിയാവോ? ചുമ്മാ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടി മാത്രം അങ്ങ് ടോപ്പിലോട്ട് പോകാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനില്ല. ഒറ്റ മനുഷ്യനില്ല. ലൈറ്റിൻ്റെ
കാരണവശാലും ഇതുണ്ട്. ഇതേത് ജില്ല? No problem. No problem. कोई नहीं problem. चलिए कैमरा തിരിച്ചു. കണ്ടോ വഴിയൊക്കെ കണ്ടോ? അപ്പം പുഴയുടെ റൂട്ട് അനുസരിച്ച് താഴോട്ട് പോകുന്നു. മഞ്ഞത്ത് ചവിട്ടുന്നു. കാല് രണ്ടും മരച്ചു. ഇപ്പം കാലവിടെ ഉണ്ടെന്നുള്ള ഫീലൊക്കെ പോയി. രാത്രിയായി, പാതി രാത്രിയായി. മഞ്ഞത്തൂടെ രാത്രിയിൽ നടക്കുകയാണ്. ഊർന്ന് അയ്യോ അയ്യോ എൻ്റെ ബാക്കി മൊത്തം നനഞ്ഞു. എൻ്റെ മറ്റേ കമ്പിളി പാൻ്റൊന്നും അല്ല, നാട്ടിലെ സാധാ ലോവറാണ്. മൊത്തം നനഞ്ഞു.